കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അപർണയെ താർക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഇനി നിരഞ്ജന അളകാപുരിയിലേക്ക് വരിക എന്നുള്ള സത്യം അങ്ങനെ ജാനകി തിരിച്ചറിയുകയാണ്. പിന്നീട് ജാനകി നിരഞ്ജനെ പോയി കാണുന്നുണ്ട്. പിന്നെ നിരഞ്ജനോട് പറയാണ്, നീ മടിച്ചു നിന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ അളകാപുരിയിലേക്ക് വരണം. അതിപ്പം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വന്നെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല, പൊന്നുവിനെ കാണാനാന്നും പറഞ്ഞ് വന്നാലും മതി എന്ന് പറയാം. നിരഞ്ജന പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എന്തിനു വേദന ഞാനൊപ്പം നിന്നോടുണ്ടാവും. ഒരു കാരണവശാലും നിനക്ക് അവിടെ ഒന്നും സംഭവിക്കില്ല. ആരെങ്കിലും എന്തേലും പറഞ്ഞാൽ ഞാനത് നോക്കിക്കോളാം എന്ന് പറയാം. നിരഞ്ജനയ്ക്ക് ആ ഒരു വാക്ക് മതിയായിരുന്നു. ജാനിയടുത്ത് തന്നോടൊപ്പം ഉണ്ടെങ്കിൽ തനിക്ക് ഉറപ്പായിട്ടും ഒന്നും സംഭവിക്കില്ലെന്ന് നിരഞ്ജനയ്ക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവുകയാണ്. അങ്ങനെ നിരഞ്ജന പോവാണ്. പിന്നീട് നിരഞ്ജന പോയതിനു ശേഷം ജാനകി വീട്ടിലേക്ക് വരും. അപ്പൊ അജയ് വീട്ടിലുണ്ടായിരുന്നു. അജയുടെ നിരഞ്ജനെ കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിരഞ്ജനയുമായിട്ടുള്ള വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം. നീ ഒരു കാര്യം ചെയ്യുക, അഭിയേട്ടനോടും അച്ഛനോടും ഒക്കെ ഒന്നോട് സംസാരിച്ചു നോക്ക് അജയ് എന്ന് പറയണം. അജയ് പറഞ്ഞു, അതൊക്കെ ശരിയാവും തോന്നുന്നുണ്ടോ? ഈ കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് അച്ഛന്റെ മുന്നിലേക്ക് ചെല്ലാൻ പറ്റില്ല. അത് മാത്രല്ല ഏടത്തി, വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഉണ്ണിത്താസാറിന്റെ മുന്നിലേക്ക് കല്യാണക്കാര്യം പറഞ്ഞുകൊണ്ട് എങ്ങനെ ചെല്ലുന്നേ? അല്ലെങ്കിൽ തന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടിരിക്കുക, ഒരു കേസ് അയാൾ ഫെയിലിയർ ആയിപ്പോയി, അതിന്റെ ഒരു ടെൻഷനിലിരിക്കുക ഉണ്ണിത്താൻ സാറ്. അതിന്റെ ഇടയ്ക്ക് ഞാൻ കല്യാണക്കാരിയും പറഞ്ഞുകൊണ്ട് എന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഒരിക്കലും സമ്മതിച്ചെന്ന് വരത്തില്ല എന്ന് പറയാം. അതൊന്നും നീ മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. നീ ഒരു താലി ചാർത്തിയിട്ടുണ്ട്, അതെവിടെ എങ്ങനെ അതൊന്നും കുഴപ്പമില്ല. പക്ഷേങ്കില് നിന്റെ ഭാര്യയാണ് അവളെ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയാം. അതും വെറുതെ അല്ല, എല്ലാവരുടെ അനുഭൂതിയോട് കൂട്ടിയിട്ട് ഗംഭീരമായിട്ടൊരു കല്യാണം നടത്തി തന്നെ വേണം നിരഞ്ജനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അജയ്ക്ക് അത്ഭുതമാണ് തോന്നിയത്. ജാനിയടുത്ത് എങ്ങനെ തന്റെ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ അറിഞ്ഞു? പെട്ടെന്ന് അജയ് ചോദിച്ചു, അല്ല ജാനിയടുത്ത് എങ്ങനെ അതൊക്കെ അറിഞ്ഞെന്ന് ചോദിക്കുക. അതിനെക്കുറിച്ചൊന്നും ഇപ്പം ഞാൻ എന്തായാലും പറയാൻ പോകുന്നില്ല, അതൊക്കെ ഞാൻ അറിഞ്ഞു, അത്ര തന്നെ നീ കൂട്ടിയാൽ മതി. ഞാൻ പറഞ്ഞല്ലോ നിരഞ്ജന ഇങ്ങോട്ട് കയറി വരണം. നിരഞ്ജന ഇങ്ങോട്ട് കയറി വന്നിട്ടേ കാര്യമുള്ളൂ. നിനക്കൊരു ജീവിതം വേണ്ടേ? അമലിന്റെ കല്യാണം കഴിഞ്ഞു, ഇനിയിപ്പൊ അടുത്ത നീയാണ്, നിന്റെ ഒഴിവാണ്. അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. എത്ര കാലം എന്ന് വെച്ചാൽ അവൾക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ടായിരിക്കുക. ഒരു പക്ഷേങ്കില് ഉണ്ണിത്താ സാറ് വേറെ കല്യാണം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് എതിർക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണേന്ന് പറയാ. ഞാൻ നോക്കായിരുത്തി, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലെന്ന് പറയാം. ഈ സമയം ഉണ്ണിത്താൻ ഹേമേനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനിയിപ്പം ആ നിരഞ്ജന എങ്ങാനും അവനെ കാണാൻ പോയിട്ടുണ്ട്, അതോട് കൂടിത്തിട്ട് അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്താവുമെന്ന് പറയാം. കേട്ടതും ഹേമ പറഞ്ഞു, രാജാണ് ഇത് എന്ത് കാര്യം പറയണേ? നമ്മുടെ മോളവള്, ആ ഒരു ചിന്തയുണ്ടോന്ന് ചോദിക്കാം. ചിന്ത ഉണ്ടായിട്ട് തന്നെ പറയണേ. എന്നെ തകർക്കാൻ ശ്രമിച്ചവനാ അജയ്. ഇനി അവനുമായിട്ട് യാതൊരു ബന്ധവും നമ്മുടെ മോൾക്ക് ഉണ്ടാവാൻ പാടില്ലെന്ന് പറയാം. ദേ അവള് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവന് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറായവളാ അവൾ ഒരു കാരണവശാലും അവനെ ഉപേക്ഷിച്ച് വേറൊരു ബന്ധത്തിന് തയ്യാറാവത്തില്ല. ഓഹോ അങ്ങനെയാണോ? എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. അവൾ ഒരു കാരണവശാലും ഇനിയിപ്പോ അവനെ കാണാൻ പാടില്ലെന്ന് പറയാം. ഹേമ പറഞ്ഞു, ഇനി വെറുതെ ഓരോ പൊല്ലാപ്പുകൾ വരുത്തി വെക്കേണ്ട കാര്യമുണ്ടോ? രാജേട്ടൻ ഒരു കേസ് തോറ്റെന്നോർത്തോണ്ട് അജയനെ ഈ ഇതിനകത്തേക്ക് വലിച്ചിടേണ്ട വല്ല കാര്യമുണ്ടോ? കേസും കൂട്ടും അതൊക്കെ കോടതിയില്. ഇവിടെ അതല്ല. ഇവിടെ മോളുടെ ജീവിതം വെച്ച് കളിക്കരുത് രാജേട്ടാ, അത് മാത്രം എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ഹേമ അങ്ങോട്ട് കയറി പോവാണ്. ഉണ്ണിത്താനാണെ ആകെപ്പാടെ സമനിലയേറ്റിയ അവസ്ഥയിലും ഇപ്പൊ ഏതോ സമയം വെള്ളത്തിന്റെ സഹായത്തിലാണ് ജീവിക്കുന്നത് തന്നെ. മദ്യമില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം മദ്യമില്ലാത്ത സമയത്ത് പല പല ചിന്തകളും ഉണ്ണിത്താനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട്. കാരണം അജയനെ ഒഴിവാക്കിയതുകൊണ്ടാണ് ഉണ്ണിത്താൻ എത്രയും വലിയ തിരിച്ചടി കിട്ടിയെന്ന്. അപ്പൊ ഇത്രയും വലിയൊരു വക്കീലായിട്ട് പോലും തന്റെ ജൂനിയറിന് മുന്നിൽ താൻ തോറ്റു പിന്മാറിയെന്നൊരു ചിന്ത അങ്ങനെ മനസ്സിനെ വേട്ടയാടുവാണ്. ഈ സമയത്ത് ജാനകി വീട്ടിലേക്ക് വന്നതിന് ശേഷം നേരെ മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ അഭി ചോദിച്ചു, അല്ല നീ ഇത് എങ്ങോട്ട് പോയതാ ജാനകിന്ന് ചോദിക്കുക. ഞാൻ നിരഞ്ജനെ കാണാൻ പോയതാ. നിരഞ്ജനെ കാണാനോ? അവളെ കാണാൻ പോകേണ്ട ആവശ്യം നിനക്കെന്തായിരുന്നു? നിന്നോട് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനത്തെ ഒരു ബന്ധം പാടില്ലാന്ന്. അതെങ്ങനെ ശരിയാവും അഭിയേട്ടാ? അഭിയേട്ടന് ചിന്തിച്ചു നോക്കേ. അജയുടെ പെണ്ണ അവള്. അജയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായതാ. അവളെ ഈ വീട്ടിലേക്ക് കയറി വരാൻ പോന്നെ. അവളെ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലെന്ന് പറയാം. ഇതേ ജാനകി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടുകാരെ എതിർത്തോണ്ട് ഒരിക്കലും അജയ്ക്കൊരു വിവാഹബന്ധം പാടില്ല. അല്ലെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അജയ് പിന്നെ വീടിന് പുറത്താവെന്ന് പറയാം. ഇത് കേട്ടപ്പോ ജാനകി പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല അഭിയേട്ട സംസാരിക്കണം. അച്ഛനോടും അമ്മയോടും എല്ലാവരോടും സംസാരിച്ച് എത്രയും പെട്ടെന്ന് നിരഞ്ജനയുടെ വീട്ടിലേക്ക് പെണ്ണ് കാണാനായിട്ട് ചെല്ലണം. ഈ വിവാഹം നടക്കണമെന്ന് പറയാം. അഭി പറഞ്ഞു, നീ ഇതെന്തോ ആലോചിച്ചിട്ട് ജാനകി ഇങ്ങനെയൊക്കെ പറയണേ? നിനക്ക് വല്ല ബോധമുണ്ടോ ഇതിനെക്കുറിച്ച്? ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായി അതൊന്ന് കെട്ടടങ്ങി നിൽക്കുന്ന സമയം. അതിനിടയ്ക്ക് വീണ്ടും ഒന്ന് ആളി കത്തിക്കാൻ വേണ്ടി നീ ശ്രമിക്കല്ലെന്ന് പറയാം.
അതെ, ഇത്രയൊക്കെ പറഞ്ഞല്ലോ അഭിയേട്ടൻ ഇവിടെ നിന്നേ, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയാം. എന്ത് കാര്യം? അല്ലെങ്കിൽ തന്നെ നിനക്കറിയാലോ ജാനകി, ഇപ്പം അവൻ അന്ന് ഇട്ടിട്ട് പോയതിന് ശേഷം ഉണ്ടായ സംഭവവികാസങ്ങളൊക്കെ നിനക്കറിയാലോ. അപർണയുടെ ജീവിതം തകർന്നു പോയത്, പിന്നീട് അമലിനെ കെട്ടേണ്ട സ്ഥിതി വന്നു. അതൊക്കെ അവൾക്ക് അങ്ങനെ പെട്ടെന്ന് പൊറുക്കാനും മറക്കാനും പറ്റുന്ന കാര്യമല്ല. അതിന്റെ ഇടയ്ക്കിലേക്ക് നീ നിരഞ്ജനേനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അതുകൊണ്ട് നീ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് നടക്കാൻ തുടങ്ങുമ്പോൾ ആ കയ്യേലേക്ക് അങ്ങോട്ട് കയറി പിടിച്ച് ജാനകി. എനിക്ക് പറയാനുള്ളത് കൂടെ കേട്ടിട്ട് അഭിയേട്ടൻ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയാ. അല്ല, എന്താ നിനക്ക് പറയാനുള്ളേ? എന്താ പറയാനുള്ളതെന്നോ? ഈ അപർണ നല്ലവളാന്ന് ഓർത്തോണ്ടാണ് അഭിയേട്ടൻ ഈ പറയണേ. അമലിന്റെ മുമ്പില് അവള് കഴുത്ത് കുനിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നില് വ്യക്തമായിട്ട് അവൾക്കുള്ള ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് മാത്രം ഈ കുടുംബത്തിനെ താർക്കുക, അതാണ് അവളുടെ ലക്ഷ്യം എന്ന് പറയാം. ഇതേ ജാനകി, നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയില്ലെന്ന് പറയാം. വേണ്ടാത്ത കാര്യമല്ല അഭിയേട്ടാ, ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ. ഞാനൊരു കാര്യം അഭിയേട്ടനോട് മറച്ചു വെച്ചു. ഇനിയിപ്പൊ എനിക്ക് മറച്ചു വെക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞ അന്ന് പൊന്നുവിന്റെ പായസത്തില് സ്ലീപ്പിംഗ് പിൽസ് കലത്തുക ചെയ്തതെന്ന് പറയാം. സ്ലീപ്പിംഗ് പിൽസോ? അതാരേതാ? ആരാന്നോ? അത് അപർണ ചെയ്താ. ഞാന് വിളക്കെടുക്കാതിരിക്കാൻ വേണ്ടി ക്ഷേത്രത്തില് അവൾ എനിക്കിട്ട് വെച്ച പണിയാ. പക്ഷെ പായസം കുടിച്ച പാവം പൊന്നുവായിപ്പോയി. പക്ഷെ പൊന്നുവിനാ അത് കിട്ടിയത്. അത് അഭിയേട്ടൻ അറിയാമെന്ന് ചോദിക്കുക. ഇത് കേട്ടത് ഒരു നിമിഷം അഭി പറഞ്ഞു, എന്നിട്ട് നീ എന്താ ജാനകി ഇത് എന്നോട് ഇതുവരെയായിട്ടും പറയായിരുന്നെന്ന് ചോദിക്കുക. ഞാനിത് അറിഞ്ഞ, പക്ഷെ അഭിയേട്ടനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിയേട്ടന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ അതിനെക്കുറിച്ച് പറയായിരുന്നേ. ഇത് ഞാൻ അറിഞ്ഞതിന് ശേഷം നളിനിയോട് ചോദിക്കുകയും ചെയ്തു. നളിനി തെറ്റ് സമ്മതിച്ചു. നളിനിയും കൂടെ കൂടിച്ചേർന്ന ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാം. ഇത് കേട്ടോ അഭിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. അഭി പറഞ്ഞു, ഇതിപ്പോ ഒരു വട്ടമല്ല, പല വട്ടമായി നീ എന്നോടൊന്ന് പറഞ്ഞതും മറച്ചു വെക്കുന്നത്. അജയുടെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു. അവസാനം അത് വലിയ പ്രശ്നമായി തീർന്നു. ഒരു കാര്യം ഞാൻ പറയാൻ ജാനകി, ഇനി എന്നിൽ നിന്ന് എന്തെങ്കിലും നീ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ മുന്നോട്ടൊരു ബന്ധം കാണത്തില്ല. അതോടുകൂടി നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു. പറഞ്ഞല്ലോ, ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലെന്ന് പറയാം. എന്നാൽ ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാം. വേണ്ട അഭിയേട്ടാ, അവൾക്കൊട്ടുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അഭിയേട്ടൻ ഒന്നും പറയാൻ പോകണ്ടെന്ന് പറയാം. എന്നാലും രണ്ട് വർത്താനമെങ്കിലും അവളോട് പറയണ്ടേന്ന് ചോദിക്കുക. അവൾ ആ തമ്പിയുടെ മോളാ. അവൾ ആ സ്വഭാവമല്ലേ കാണിക്കത്തുള്ളൂ. എനിക്കറിയായിരുന്നു അവൾ ഇങ്ങനെ എന്തേലുമൊക്കെ കുതന്ത്രം ഒപ്പിക്കുമെന്ന്. വേണ്ട, ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ ആ പഴയ ജാനകി ആയതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. ഇനിയിപ്പം ഞാൻ എൻ്റെ സ്വഭാവത്തിൽ തന്നെ ഒരു മാറ്റം വരുത്താൻ പോവാ. എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ള. ഈ കുടുംബത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇനി ഇച്ചിരി ബോൾഡായിട്ടേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇവളുടെയൊക്കെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് പറയാം. ഇനിയിപ്പം പൊന്നൂരും അഭിയേട്ടനും എനിക്ക് ഈ വീട്ടിലൊരു വില ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മുടേതായ രീതിക്ക് നിൽക്കണമെന്ന് പറയാം. അല്ല, നീ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? അതൊക്കെ ഞാൻ തീരുമാനിച്ചെന്ന് പറയാം. ഈ സമയം അപർണ ഇങ്ങനെ ആലോചിക്കുക. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അമൽ ഒരു കാരണവശാലും സത്യങ്ങളൊന്നും അറിയാൻ പാടില്ല. തനിക്ക് ഈ കുടുംബത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ജാനകിനെ പിന്നെ ഈ വീട്ടിൽ നിന്ന് തുരത്തണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം അമലാണ്. അമലിനെ സിഇഒ പദവിയിലേക്ക് എത്തിക്കണം. അങ്ങനെ എത്തിക്കുവാണെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നടക്കും. അതിന് അമലിനെ ചാക്കിട്ട് പിടിക്കുകയോ ചെയ്യണ്ടേ. അമലിന്റെ അനുമതി ഇല്ലാതെ ഇനിയിപ്പോ ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല. അവനെ താനൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തന്റെ വഴിക്ക് കൊണ്ടുവന്നേ മതിയാവുള്ളൂ മനസ്സിലായി. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അപർണ താഴേക്ക് ചെല്ലുമ്പോൾ അമൽ അവിടെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപർണ പതുക്കെ ഒന്നുമല്ലപ്പെട്ട അമലിന്റെ അടുത്ത് എന്നിരുന്ന് സംസാരിക്കുകയാണ്. അമൽ ഓർത്ത്, ഇവളെന്താ പതിവിലും വിപരീതമായിട്ട് തന്നോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നത് ചിന്തിക്കുന്നുണ്ട്. പിന്നീട് ചോദിച്ചു, അല്ല ഞാൻ പറഞ്ഞതിനെ കുറിച്ച് അമൽ ആലോചിച്ചു നിൽക്കും. എന്ത്? അല്ല, പ്രസ് മീറ്റിൽ പങ്കെടുക്കുന്ന കാര്യം അത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. അതിനകത്ത് എനിക്ക് യാതൊരു പങ്കുമില്ല. ആ സ്ഥാനത്ത് ഇരിക്കേണ്ട ആൾ അഭിയേട്ടനാ. ഓഹോ, അപ്പൊ അങ്ങനെ തീരുമാനം എടുത്തില്ലേ? അപ്പൊ എന്റെ വാക്കിനൊരു വിലയില്ല. ഞാൻ ആരാ? നിങ്ങളുടെ ഭാര്യയല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾ അനുസരിക്കില്ലേന്ന് ചോദിക്കും. ഭാര്യയാണ് പോലും. അതൊക്കെ എനിക്കൂടെ തോന്നണ്ട നീ എന്റെ ഭാര്യയാന്ന്. ഓ, അപ്പൊ നിങ്ങൾ എന്റെ വെറുതെ എന്റെ കഴുത്തിൽ താലി ആർത്തി അല്ലേന്ന് ചോദിക്കും. എന്നോട് ഇറ്റ് സ്നേഹമെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്കില്ലേന്ന് ചോദിക്കുക. കേട്ടോ നമ്മളൊന്ന് ആലോചിച്ചു, ഇവളെന്താ എത്ര താഴ്മയോടെയൊക്കെ പറയണേ. ഇതൊന്നും പതിവില്ലാത്ത കാര്യമാണല്ലോ. പിന്നീട് അവളുടെ അടുത്തേക്ക് ഇച്ചിരോടെ ചേർന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ആ ഷർട്ടിലൊക്കെ പിടിച്ചിട്ട് പറഞ്ഞു, അതെ ഞാൻ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ പറയുന്നേ. ഒരു പക്ഷേങ്കില് കുറച്ചാൾ കഴിയുമ്പോൾ അമലിന് തന്നെ തോന്നും അന്ന് ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ എന്ന്. ഇപ്പം ഒരു കുടുംബമായി, പണ്ടത്തെ പോലെ അല്ല അമല്. ഇപ്പം ജീവിതത്തിലേക്ക് ഞാനും കൂടെ കടന്നു വന്നു. എനിക്കും കുറെ പ്രതീക്ഷയോടുകൂടിയാണ് ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പൊ എനിക്കും പ്രതീക്ഷകളില്ലേ, അമല് നല്ല പൊസിഷനിൽ എത്തണം, നമ്മൾ രണ്ടുപേരും നല്ല ജീവിതം നയിക്കണം, നല്ല കുടുംബജീവിതം ഉണ്ടാകണമെന്നൊക്കെ. ഇപ്പം അഭിയേട്ടൻ്റെയും ജാനിയടുത്തേയും പോലെ തന്നെ നമുക്കും നല്ലൊരു ജീവിതം ഉണ്ടാകണ്ടേ, അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഞാൻ പറയണേ എന്ന് പറഞ്ഞിട്ട് ആ ഷർട്ടിലൊക്കെ പിടിച്ച് കോളറൊക്കെ മര്യാദയ്ക്കൊക്കെ ഇടുവാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയും തോന്നി, എന്തോ ഇവള് പറയുന്നൊരു കാര്യമില്ലേ, ഒരു പക്ഷെ തൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണോ ഇവള് പറയണേ. അതെ, ഞാൻ പറയാനുള്ള പറഞ്ഞു. അന്ന് ഒരു വാക്ക് തന്നിട്ടുണ്ട് അഭിയേട്ടൻ എനിക്ക്, സിഇഒ പദവിയിൽ അമലിരിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ.
ഇനിയിപ്പോൾ എന്തിനാ അന്ന് മടിക്കുന്ന കാര്യമുണ്ടോ? ഇനിയിപ്പോൾ എനിക്കിപ്പോൾ അമല് സിഒ പദവിയിൽ എത്തിയിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. ഞാൻ ഇനി ആ പരിസരത്തേക്ക് പോലും വരുന്നില്ല. ഇനിയിപ്പം ഞാൻ എന്തേലും ഇതിനകത്ത് ഉടായ്പ കാണിക്കുന്നു ഓർത്തിട്ടാണെങ്കിൽ അതോർത്ത് അമല് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ തമ്പിയുടെ മോളാണെന്ന് ഓർത്തായിരിക്കും എന്നിങ്ങനെ അകറ്റി നിർത്തുന്നില്ലേ? അതിന്റെ കാര്യമൊന്നുമില്ല. ഇപ്പൊ എന്റെ കഴുത്തേ കിടക്കുന്ന താലി അമലിന്റെ താലിയാണ്. അപ്പൊ അമലിന്റെ ഭാര്യയാണ്. അമൽ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ബാധ്യസ്ഥയാണ് ഞാനെന്ന് പറയാണ്. അങ്ങനെ മുട്ടിച്ചേർന്നിരുന്ന ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്താണ് ജാനകിയും അഭിയും അങ്ങോട്ട് വരുന്നത്. അവര് കണ്ടു പാൽക്കണ്ട് അവിടെ വന്നിട്ട് താഴെ അമലും അപർണയും കൂടി ഇരിക്കുന്നത്. അപർണ മുട്ടി ഉരുമ്പിരുന്ന അമലിനോട് സംസാരിക്കുന്നതും കണ്ടു. അത് ജാനകീനെ അഭിയും കൂടെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യം വരുന്നത്. അവര് നോക്കുന്നുണ്ടെന്ന് മനസ്സിലായത് ഒന്നുകൂടെ ചേർന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയാം. ഈ സമയം അഭി പറഞ്ഞു, എന്തോ ഗൂഢാലോചനയാണെന്ന് തോന്നുന്നു മിക്കവാറും അവള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയം ജാനകി പറഞ്ഞു, അതൊന്നും വിശ്വസിക്കേണ്ട. അവളുടെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഒരു പക്ഷെ അമലിനെ കയ്യിലെടുക്കാനായിട്ട് അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരിക്കും അഭിയേട്ടാ. അഭിയേട്ടനൊന്നും വിശ്വസിക്കണ്ട. തമ്പിയുടെ മോളിലേന്ന് ചോദിക്കുക. ഇത് കേട്ടത് അഭി പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലൊന്നും ആയിരിക്കില്ല. അമലിനെ ചിലപ്പോൾ അവൾക്ക് ഇഷ്ടമായിരിക്കും എന്ന് പറയാം. ഇഷ്ടമാണ് പോലും. അതൊക്കെ അഭിയേട്ടൻ കണ്ടു. ഇഷ്ടം എത്രമാത്രം ഉണ്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ തമ്മിൽ നമുക്കറിയാമെന്ന് പറയാം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഈ ജാനകിയുടെ അടുത്ത് അവളുടെ ഒരടവും നടക്കാൻ പോകുന്നില്ല. ഇനി അതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഞാൻ. എൻ്റെ പൊന്നൂന് അവൾ അങ്ങനെ സ്ലീപ്പിംഗ് പിൽസ് കലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ക്ഷമിക്കാനും പൊറുക്കാനും പോകുന്നില്ല. ഇനി ഞാനിപ്പോൾ ഒരു തുറന്ന യുദ്ധത്തിന് തന്നെ ഇറങ്ങുവാന്ന് പറയാം. അവർ പറഞ്ഞു, വേണ്ട ജാനകി, വെറുതെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. അറിയാലോ, ഒരു പ്രശ്നത്തിനും ഞാൻ പോകുന്നില്ല. പക്ഷെ എൻ്റെ നേർക്ക് ഇതേ കൈ നീട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ വെറുതെ ഇരിക്കത്തില്ല. ആ കൈ തടുക്കുകയും കാരണത്തിൽ രണ്ടും പൊട്ടിക്കുകയും ചെയ്യുമെന്ന് പറയാം. ഇതെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അഭിനയിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പം നമ്മൾ ജാനകിയുടെ മറ്റൊരു മുഖമാണ് കാണാൻ പോകുന്നത്. പഴയ ജാനകിയല്ല. ജാനകിക്ക് മനസ്സിലായി ഇവിടെ തളർന്നിരുന്നിട്ട് കാര്യമില്ല. പോരാടുന്നവർക്കോ ഇനി ജീവിതം ഉള്ളെന്നുള്ള കാര്യം. പോരാടാൻ തന്നെ തീരുമാനിച്ചുറച്ചു ജാനകി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.